എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതൊന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. സൺഡേ ആണ്, അപ്പോൾ ലീവുള്ള ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോകാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ ബോറടിച്ചിരിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. അപ്പോൾ കൂടി അനിയനും ഉണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയും ലേറ്റ് ആയി ശരിയാവാൻ വൈകുന്നേരമായി പോവും. അപ്പോൾ ഇപ്പം സമയം കുറച്ച് 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ മുഴുവനും വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ വൈറ്റില മെട്രോയിൽ എത്തിയിട്ടാട്ടോ ഉള്ളത്. ഹലോ കേട്ടാ, മെട്രോ റീചാർജ് ചെയ്യണം കാർഡ്. ഞാൻ ഇവിടുന്ന് കാർഡ് എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാർഡ് ഒരോട്ട് കുറേ വട്ടം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ കാർഡ് നമുക്ക് റീചാർജ് ചെയ്യാം. അപ്പോൾ മെട്രോൻ്റെ കാർഡ് റീചാർജ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് എടുത്തായിരുന്നു കേട്ടോ. കാരണം ന്യൂ ഇയറിന് അറിയാമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ കുറേ സമയം നിൽക്കണമല്ലോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഈ സമയത്തെല്ലാം നമ്മൾ ലേറ്റായിട്ട് വരുമ്പോൾ വേഗം പോകാൻ വേണ്ടിയിട്ടാണ് കാർഡ് ഞാനാക്കിയത്. അയ്യേട്ടൻ പിന്നെ രാവിലെയൊക്കെ മെട്രോന് തന്നെയാണ് പോകുന്നത്, അതുകൊണ്ടാണ് അയ്യേട്ടൻ കാർഡാക്കിയത്. അപ്പം 50 രൂപ എങ്ങാണ്ട് ബാലൻസ് ഉള്ളൂ. അപ്പോൾ പോയിട്ട് ഇപ്പം നമ്മൾ പോകുന്നിടത്ത് അത്രേ വേണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എവിടെയെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാർഡ് റീചാർജ് ചെയ്യാൻ നിൽക്കണ്ടേ, അതുകൊണ്ടാണ് അപ്പം തന്നെ റീചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ മെട്രോയിലെത്തി. ആ സമയം തന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തും, അതായത് ആലുവ ഭാഗത്തേക്ക് പോകുന്നതും നമ്മൾ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോകുന്ന മെട്രോവും ഒരുമിച്ചാട്ടോ എത്തിയിരിക്കുന്നത്. ഇവിടെ ടൈമിംഗ് ഒക്കെ കാണിക്കും, എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നൊക്കെ. അപ്പോൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എപ്പോൾ എത്തുന്നൊക്കെ. പിന്നെ ഈ എയറോ മാർക്ക് ഉണ്ട്, താഴെയുള്ള എയറോ മാർക്ക് ഉണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഡോറിൻ്റെ സ്ഥലത്തായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് മെട്രോയിൽ കയറാൻ വരുന്നവരൊക്കെ ആ എയറോ മാർക്കൊന്ന് നോക്കി വെച്ചോളൂ. അതാണെങ്കിൽ നമ്മൾ നേരെ മുന്നിൽ വന്നിട്ട് ഡോറ് നമ്മുടെ മുന്നിൽ വന്നിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് സുഖമായിട്ട് കയറും ഇറങ്ങുകയും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അവിടെ അങ്ങനെ സീറ്റ് ഭയങ്കര ചിലപ്പോൾ കൂടുതലുണ്ടാകും, കൺജസ്റ്റഡ് ഒന്നും ആയിരിക്കില്ല. ഈ നടുക്ക് എല്ലാവർക്കും നടുക്കുണ്ടാവും. അപ്പം നടുക്ക് ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ മഹാരാജാസിൻ്റെ അടുത്തായിട്ട് ഇറങ്ങിയത്. കാരണം സെൻട്രൽ സ്ക്വയർ മാളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ചടുത്ത് മഹാരാജാസാണ്. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ ലിഫ്റ്റിൽ കയറി. പൊതുവെ ലിഫ്റ്റിലൊന്നും കയറാറില്ല, സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് പോകാറ്. പക്ഷേ ഇന്ന് മെല്ലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ലിഫ്റ്റിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങ് കയറി നേരെ താഴത്തേക്ക്. കുറച്ച് ഷോ ഒക്കെ കാണിക്കണമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. നല്ല രസമായിരിക്കും ലിഫ്റ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ മഹാരാജാസ് എത്തി. താഴെ എത്തിയിട്ട് ഇങ്ങനെ കേട്ടോ കാർഡ് വർക്ക് ചെയ്യുക. അവിടെ വൈഫൈൻ്റെ ഇതുണ്ടാവും, അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആവും. ആ സമയം നമ്മൾ എത്ര പൈസ പോയൊക്കെ നമുക്ക് ബാലൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 50 മീറ്റർ 70 മീറ്റർ എത്രയോ നടക്കാനുണ്ട് തോന്നുന്നു ഇവിടുന്ന്. അങ്ങനെ കുറച്ച് നമുക്ക് നടന്നിട്ട് അപ്പുറം ഇപ്പുറമെല്ലാം ആൾക്കാർ ഭയങ്കര കുറവാണ്. കാരണം എറണാകുളമൊക്കെ ഒന്ന് രാത്രി ആവണം, ഒന്ന് എന്താ പറയുക, ആൾക്കാരായിട്ട് ബ്ലോക്കൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സൺഡേയും കൂടെ ആയതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വൈകുന്നേരം രാത്രി ആകുമ്പോഴേ തിരക്കാവുള്ളൂ. അങ്ങനെ നമ്മളിതാ മാളിലെത്തി. മാളിലിപ്പോൾ 50% ഓഫ് നടക്കുന്നുണ്ട് കേട്ടോ. 30% 50% എല്ലാത്തിലും ഓഫ് നടക്കുന്നുണ്ട്. മാളിൽ ഏത് ഷോപ്പിൽ കയറിയാലും ഓഫുണ്ട്, ഏത് മാളിലായാലും. ഇവിടെ എവിടെയെല്ലോ നടക്കുന്നുണ്ട് എറണാകുളത്ത്. പക്ഷെ നമ്മൾ വെച്ചാൽ സെൻട്രൽ സ്ക്വയറിൽ വരാം. നമ്മളിതുവരെ ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് സെൻട്രൽ സ്ക്വയർ മാളിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ അങ്ങ് വരുന്നത്. ആക്ച്വലി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അകിയേട്ടൻ്റെയും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഏതെങ്കിലും ഒരു കടയുണ്ടെങ്കിൽ അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ സാധനത്തിനായിട്ട് ഓരോ കടയിൽ കയറി അങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ ഇവിടെ മാളിലെ കടകൾ അറിയാമല്ലോ, ഓരോ കടയിലും നമുക്ക് റേറ്റ് ചിലപ്പോൾ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർ ഗെറ്റ് 1 ബൈ 2 ഒക്കെ ഇടുന്നുണ്ടാവുക. അതുകൊണ്ട് അങ്ങനത്തെ കടയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളെ R&B എന്ന് പറഞ്ഞൊരു കട കണ്ടു. അത് നമ്മൾ സ്റ്റുഡിയോൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്റ്റൈലുള്ളൊരു കട കേട്ടോ. അവിടെ 50% 30% അങ്ങനെ കുറേ ഓഫ് ഉണ്ടായിരുന്നു. ഈ കട പണ്ടേ നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 19th മുതൽ ജനുവരി 28 വരെ കേട്ടോ ഈ ഒരു സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ
അടിപൊളി ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പിന്നെ റേറ്റ് നോക്കി നോക്കി അങ്ങനെ എടുക്കാറാണ്. പൊതുവെ അങ്ങനെ തന്നെയാണ്. ഏതൊരു കടയിലും പോയാലും ഇഷ്ടപ്പെട്ടത് വാങ്ങൽ ഭയങ്കര കുറവാണ്. റേറ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങും. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഇങ്ങനൊരു ടോപ്പ് കണ്ടു. ഇതൊരു കഫ്താൻ ടൈപ്പ് ഒരു ടോപ്പാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുള്ളൊരു ടോപ്പായിട്ട് തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേറൊരു ടോപ്പ് ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. പക്ഷേ മെറ്റീരിയൽ കോട്ടൺ ആണ്. പക്ഷേ ഒരലക്കിന് ചിലപ്പം പോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 599 റുപ്പീസ് ആയിട്ടായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല കളറ്, നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾക്കിപ്പം ഒരു ഒക്കേഷന് വന്നിട്ട് എടുക്കാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഡ്രസ്സ് വേണമെന്നൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കാനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് R&B. നല്ലുണ്ട്. അതിന് കയറെല്ലാം ഈസി എന്താ ഇതിങ്ങനെ കെട്ടിയിട. ഇത് ഈ ഒരു കയറിലാണ് ഈ ഡ്രസ്സ് നിൽക്കുന്നത്. ഈ കയറ് പൊട്ടിപ്പോയാൽ തീർന്ന കേട്ടോ. ഇത് 899. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ട്. വേറെ തന്നെ ഒരു കളറ്. ഇത് ഒരു സിൽക്ക് ടൈപ്പ് ഒരു മെറ്റീരിയൽ കേട്ടോ, കോട്ടണേ അല്ല. അതുകൊണ്ട് തുണിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ആവുമൊന്നുമില്ല. പക്ഷേ 999 ആയിരുന്നു. അതിൻ്റെ ആ മെറ്റീരിയലിന് അത്ര വലിയ പൈസയൊന്നുമില്ല. ചുമ്മാ ഒരു ഷോക്ക് മാത്രം. എനിക്ക് ആ സൈസിലുള്ളതും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ എനിക്ക് എക്സൽ നോക്കിയാൽ മതി. ഓരോ ആൾക്കാർ നമ്മളിപ്പോൾ ഡബിൾ എക്സൽ നോക്കണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോൾ എക്സൽ ധാരാളമാണ്, കറക്റ്റായിട്ട് എക്സൽ നിൽക്കാറുണ്ട്. അതുകൊണ്ട് എക്സൽ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാഗ്സ് വേറെയും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബാഗ് കണ്ടപ്പം. ഇതിന് 500 റുപ്പീസാണ് ഈ ബാഗിന് വന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എടുത്തത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബാക്കിയുള്ള കളേഴ്സിനെയും കാട്ടിയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഈ ബാഗൊന്നും എടുക്കാം. നല്ല ഭംഗിയുണ്ട്. നമുക്കിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇതുപോലത്തെ ഒരു വലിയ ബാഗ് ഉണ്ടെങ്കിൽ സുഖമല്ലേ. അല്ലെങ്കിൽ ഞാൻ സ്ലിങ്ങാണ് എടുക്കാറ്. പക്ഷേ ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ട്രയൽ റൂമിൽ വന്നു, ഡ്രസ്സ് ഇട്ട് നോക്കി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇടുന്നത്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒറ്റ ടോട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഇടാറുണ്ട്, പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. നല്ല രസമുണ്ടായി തോന്നുന്നു. അതങ്ങനെ അത് എടുത്തപ്പോൾ തന്നെ എനിക്ക് വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമായി നല്ലോണം, വേറൊന്നും വേണ്ട തോന്നുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിച്ചുവിനൊരു ഉടുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകുമ്പോൾ ഇടുന്നതല്ല, നോർമൽ ഒരു വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ഒരു ഉടുപ്പ്. അങ്ങനെ കുറേ ഇങ്ങനെ എടുത്തു നോക്കി. എനിക്കിങ്ങനെ പിള്ളേർ കൈയില്ലാത്ത കുറച്ച് മുട്ടിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒക്കെ ടോപ്സ് ഇടുന്ന കേട്ടോ എനിക്കിഷ്ടം. കാരണം ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞാലും ഇടാം, പക്ഷേ ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. ചിലപ്പോൾ നിച്ചുവിന് വലുതായിട്ട് ഇടാൻ ഇഷ്ടമല്ലെങ്കിലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രായത്തിൽ എന്തായിട്ടും അവളിടും, കൈയില്ലാത്തതും മുട്ടിൻ്റെ മുകളിലുള്ളതും എല്ലാം ഇടും. അപ്പോൾ ഈ വൈറ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വൈറ്റ് എടുക്കുക, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പണ്ടെപ്പോൾ നിച്ചുവിന് ഇതുപോലത്തെ വേറെ ഇതിൽ കളേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അത് അവൾക്ക് പാകമാവും ഉറപ്പായിരുന്നു. പിന്നെ കുറേ കളക്ഷൻസും കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അത്രയും റേറ്റ് വരുന്നുള്ളൂ. എല്ലാം കൂടെ 1000-ൻ്റെ ഉള്ളിലെല്ലാം വരുന്നുള്ളൂ. വലിയ റേറ്റൊന്നും വരുന്നില്ല. എല്ലാം നല്ല രസമുണ്ട്. എല്ലാത്തിനും 30 ഫ്ലാറ്റും 50 ഫ്ലാറ്റും ഓഫ് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കി നോക്കി എടുക്കാമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും. നമ്മൾ ഷോപ്പിങ്ങിന് വരുമ്പോൾ എപ്പോഴും സമയം കണ്ടെത്തി വരിക. നേരത്തെ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഷോപ്പിങ്ങിന്. എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കടകളിലൊക്കെ വരുമ്പോൾ നോക്കി നോക്കി എടുക്കണം എന്നേ ഉള്ളൂ. അപ്പം ജെൻസിൻ്റെതൊക്കെ മുകളിലാണ് വരുന്നത്. ഇപ്പം ഒരു കുട്ടികളൊരു 6th 7th അങ്ങനെ ഒരു ഏജ് വരുന്ന കുട്ടികളെല്ലാം ഇതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ നോക്കി. പിന്നെ വേറൊരു സൈഡ് ചപ്പൽസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. വീട്ടിൽ ഇടുന്ന ചപ്പൽസും പുറത്ത് പോകുമ്പോൾ ഇടുന്ന ചപ്പൽസൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഡ്രസ്സിനാണ് കൂടുതൽ ഓഫേഴ്സൊക്കെ വരുന്നത്. ഈ കാണുന്നതിനൊക്കെ ചെറിയൊരു പൈസയേ ഉള്ളൂ, 70 രൂപ അങ്ങനെയല്ലേ ഉള്ളൂ 3 എണ്ണത്തിന്. പിന്നെ ഒരു ബോട്ടിൽ കണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു വാങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 99 രൂപയേ ഉള്ളൂ. അത്രയും പൈസ കണ്ടപ്പോൾ വിചാരിച്ചു എന്തായിട്ടും വാങ്ങാമെന്ന്. കാരണം ഇപ്പം വെള്ളം കുടിക്കൽ ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ബോട്ടിൽ വെച്ചിട്ട് തന്നെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ബോട്ടിൽ വാങ്ങി. അല്ല ഇതിന് 399.
എത്രയാണ്? 299. ഇത് ഭയങ്കര വെറുതെ. ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 എണ്ണം ഉണ്ട്. ആ 299 ഭയങ്കര വെറുതെ കേട്ടോ. അതിനോ 5 പീസ് എത്ര? 149. ഭയങ്കര ലാഭം. അത് ലാഭമാണ്. പക്ഷെ നമ്മൾ തപ്പിയെടുക്കണം. പിന്നെ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പേഴ്സസ് ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ റേറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം 500 800 അങ്ങനെ വരുന്ന റേറ്റൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പൗച്ചസൊക്കെ വാങ്ങും. കുറച്ച് ബ്രാൻഡഡ് ടൈപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ നാളെത്തും. ഇങ്ങനത്തെയൊക്കെ വാങ്ങുന്നതിലും ഭേദം ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടാവില്ലേ നമ്മളെ പേഴ്സിനൊക്കെ, അങ്ങനത്തെ ബ്രാൻഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇനി നമ്മൾ മുകളിലേക്ക് പോയി അതിൻ്റെ ഉള്ളിലൂടെ തന്നെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജെൻസിൻ്റെയൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. നല്ല ഓഫ് ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് ഈ $999 ഉള്ളൂ. നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കേട്ടോ അതൊക്കെ നോർമൽ ഷർട്ട്സാ. രണ്ടും നല്ല ഇതുണ്ട്. ആ കളറല്ലേ നിന്റെ അടുത്ത് ഉള്ളത്? ആയിക്കോട്ടെ. അപ്പം രസമുണ്ടല്ലോ. എനിക്ക് ബെൽറ്റിനെ കുറിച്ച് വലിയ അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്ത് കേട്ടോ. അപ്പോഴാണ് ഇവിടുന്ന് ഒരു കീ ചെയിൻ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. 199 ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നിമിഷം. പിന്നെ വരച്ച് വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് ഇങ്ങനെ വെറുതെ ഷോന് വെക്കാൻ മാത്രമേ അത് വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ട്, ഓരോന്നും നല്ല ഭംഗിയുണ്ട്. പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഫുഡടി മാത്രമാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാത്രമേ അത് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും നല്ല ഓഫ് അടക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഗ്ലാസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. 21 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ കുഞ്ഞ് ഗ്ലാസ്സിന്. അതുകൊണ്ട് 2 എണ്ണം എടുത്തു. എനിക്കൊന്നും നിച്ചുവിനൊന്നും ആയിട്ട് 2 എണ്ണം എടുത്തു. അഗേട്ടിന് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും മാത്രമായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എടാ ഈ സാധനം എത്രയാ? അതെ, എത്രയാ? 500. നല്ല രസമുണ്ട് മാറ്റ്. 299 രൂപയുള്ളൂ മാറ്റിന്. 500 രൂപയിലുണ്ടോ? എടാ അത് 199 ആ ഒരു ഫ്ലവറിന്. എത്രയാ? 299. അപ്പോൾ അവിടെ നിന്നും 2-3 സാധനങ്ങൾ എടുത്തിട്ട് അതിന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാട്ടോ പോകുന്നത്. ആദ്യം വെച്ച് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് എന്തായിട്ട് സമയം കുറേ ആയിപ്പോയി. 4 മണിക്ക് ഇറങ്ങിയതാണെന്നല്ലേ, ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത്രയും സമയമാകുമല്ലോ. അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി. അത്യാവശ്യം തിരക്കുണ്ട്, വലിയ തിരക്കെന്നൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ഏകദേശം ഒരു 8 മണി ആവുന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു തിരക്ക് കാണുന്നതേ ഉള്ളൂ. അപ്പം എന്ത് കഴിക്കണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോയിടത്ത് തന്നെ ഇവിടെ ബർഗർ സ്പേസ് ഉണ്ടായിരുന്നു. കുറേ നാളായി ബർഗേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ അവിടെ കുറേ കോമ്പോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബർഗറൊക്കെ അങ്ങനെ കഴിക്കാറേ ഇല്ല, എപ്പോഴെങ്കിലും കൂടെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേക്ക് വീട്ടിലൊരു ദിവസം ട്രൈ ചെയ്യണമെന്നും കൂടെ ആഗ്രഹമുണ്ടായി. അപ്പോൾ എന്തായിട്ട് നമുക്ക്
കഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എന്തായിട്ടും ആയിട്ട് വരാനൊരു 12 മിനിറ്റ്സ് എങ്കിലും എടുക്കുന്നവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങി നോക്കാം കേട്ടോ. ഇവിടെ ഇതാ നല്ല ഇങ്ങോട്ട് നല്ല ആൾക്കാരും ഉണ്ട്, നല്ല സ്പേഷ്യസും ആയിരുന്നു. ജസ്റ്റ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു വർക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഈ കോസ്റ്റ് എന്ന് എഴുതിയെടുത്ത് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വർക്കിന് ഇരിക്കാം. അങ്ങനെ ഒരു സ്പേസാണ് അവരവിടെ ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ ഇന്ന് ഒരു എന്താ പറയുക മ്യൂസിക്കലൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മ്യൂസിക്കൽ നൈറ്റ് പോലെ ഏതൊരു കുട്ടി ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇവിടെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായത്. അത് നല്ല രസമാണ്. ഫുഡ് കോർട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. സെൻട്രൽ സ്ക്വയർ മാള് അടിപൊളിയാക്കിയ ആ ഒരു 2 കാര്യങ്ങൾക്ക്, അതായത് ഇങ്ങനെ പാട്ടും ഫുഡും എല്ലാം കൂടെ കഴിക്കാൻ ഞങ്ങൾക്ക് ലൈവായിട്ട് ഇങ്ങനെ പാട്ട് പാടി കേട്ട് കഴിക്കുക എന്നൊക്കെ വെച്ചാൽ വേറെ തന്നെ ഒരു ലെവലാണ്. പിന്നെ ഇപ്പുറം വർക്ക് സ്പേസും ഉണ്ട്. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ചെയ്യേണ്ട ആൾക്കാർ അവിടെ ഇരുന്ന് സമാധാനത്തോടെ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ കേട്ടിട്ട്. അത് വേറെ തന്നെ വൈബായിട്ട്. ചിലവർ അങ്ങനെയാണല്ലോ, ഒച്ചയിലും ബഹളത്തിലും വർക്ക് ചെയ്യണം എന്ന് ചിലവർക്ക് ഭയങ്കര ഇതുണ്ടാവും. അപ്പോൾ അവരവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് പാട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 12 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ദാഗേട്ടൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കോംബോയിൽ ബർഗേഴ്സും പിന്നെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസും പെപ്സിയും കൂടെ ഉണ്ടായത്. അപ്പം ഒരു മീൽ തന്നെ ആയല്ലോ. അപ്പം നമ്മൾ ഡിന്നർ ഇവിടെ സെറ്റായി. അപ്പം നല്ല ബർഗറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡബിൾ പാറ്റി വെച്ചിട്ടുള്ള ഒരു ബർഗറായിരുന്നു. നമുക്കൊരു ദിവസം ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. ഭയങ്കര ഈസിയാണ്. കഴിച്ചപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല ഇവിടെ നിന്ന്. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മളെപ്പോലെ നേരത്തെ വന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോന് പോകണമെന്ന് വിചാരിക്കുന്നില്ല, ഇച്ചിരി നടക്കാനുണ്ടല്ലോ, വയ്യ, ക്ഷീണം പിടിച്ച് ഇത്രയും സമയം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക്. അപ്പോൾ നമ്മൾ ബസ്സിന് പോകാമെന്ന്. ഇപ്പോൾ റോഡ് വഴിയൊക്കെ ഇവിടെ എവിടെയൊക്കെയോ നടക്കുന്നതായിട്ട് ബസ് ഈ വഴിയാട്ടോ പോകുന്നത്, നമ്മൾ ഹബിലേക്ക് പോകുന്ന ബസ്സൊക്കെ. അതുകൊണ്ട് ഇവിടെ മുന്നിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു ബസ്സിന് വേണ്ടിയിട്ട്. നമ്മൾ വേഗം റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ അങ്ങനെ മുന്നിൽ നിന്നു. ഒരു 5-10 മിനിറ്റ് ബസ്സിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ബസ്സൊക്കെ ഭയങ്കര കുറവായിരിക്കും. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ ബസ് വന്നു. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ഹബിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു പ്രതീക്ഷിക്കാത്തൊരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.